നമ്മുടെ ലേഡി പോർട്രേറ്റിന്റെ 3rd എപ്പിസോഡാണിത്. നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ മുടി വരച്ചു, പിന്നെ കണ്ണ് വരച്ചു. ഇനി എന്ത് ബാക്കി വരയ്ക്കാനുള്ളത്? മൂക്കും ലിപ്സും ആണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കണമെന്നിട്ട് തിരിച്ചു വരാം. നമ്മുടെ കണ്ണും മുടിയും വരയ്ക്കുന്ന ട്യൂട്ടോറിയലൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫേസിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കിടക്കാം. ഞാൻ കണ്ണിൻ്റെ താഴെയുള്ള സ്കിന്നാണ് ചെയ്യുന്നത്, കവിളിൻ്റെ ഭാഗത്തുള്ളത്. പിന്നെ കണ്ണിൻ്റെ താഴെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട്, മൂക്കിൻ്റെ സൈഡിലായിട്ട് ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മൂക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനൊരു സിന്തറ്റിക് ബ്രഷ് ഉപയോഗിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ സ്കിന്നിലെ ഡാർക്കുള്ള ഭാഗത്ത് ഷാഡോ പോലെ പെയിൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ് പോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ സിന്തറ്റിക് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബ്രഷ് പേപ്പറിലേക്ക് അധികം പ്രഷർ കൊടുത്ത് അമർത്തി ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാച്ചസ് പോലെ ബ്ലാക്ക് കളറ് പേപ്പറിൽ വരും. അത് നമുക്ക് വേണ്ട. നമുക്ക് നല്ല ഷെയ്ഡ് പോലെ സ്മൂത്തായിട്ടുള്ളൊരു സംഭവമാണ് കിട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് കൊടുക്കുക ചെയ്യുന്നത്. രണ്ടും രണ്ട് പ്രോസസ്സാണ്. ബ്രഷ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ബ്ലെൻഡിങ് ആയിട്ട് കുറച്ചുകൂടി സ്മൂത്തായിട്ടുള്ള ഷെയ്ഡാണ് കിട്ടുക. പെൻസിലിൽ നമുക്ക് കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷെയ്ഡാണ് കിട്ടുക. അപ്പോൾ ഈ മുഖത്തിൻ്റെ ഒരു സൈഡ് നല്ല ഡാർക്കായിട്ട് ഷാഡോ വീഴുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫേസ് വരയ്ക്കുമ്പോൾ ഏത് ഭാഗമാണ് ആദ്യം ചെയ്യുകയെന്ന്. ഒരുപാട് പേര് ഈ സെയിം ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഫേസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ റൂളൊന്നുമില്ല ഈ ഭാഗം ആദ്യം ചെയ്യണമെന്നൊന്നും. നിങ്ങളുടെ കംഫർട്ട് പോലെ. ഇപ്പോൾ ചിലർക്ക് മൂക്ക് വരയ്ക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക, ചിലർക്ക് ചുണ്ട് വരയ്ക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ കംഫർട്ട് പോലെയാണ് സംഭവിക്കുന്നത്. ഞാൻ ആദ്യം മൂക്കിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കാരണം മൂക്കിൻ്റെ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് കണ്ണിൻ്റെ പൊസിഷനും ചുണ്ടിൻ്റെ പൊസിഷനും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഗൈഡ് ലൈൻസ് മെത്തേഡ് വെച്ചിട്ട്. പിന്നെ ഞാൻ കണ്ണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതെന്തുകൊണ്ടെന്ന് അറിയില്ല, ചിലപ്പോൾ കണ്ണ് വരയ്ക്കാനായിട്ട് കുറച്ചുകൂടി ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ഇപ്പോഴൊക്കെ ഞാൻ മിക്ക പോർട്രേറ്റും കണ്ണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഫ്രീ ഹാൻഡ് മെത്തേഡ് പരിശീലിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ആദ്യം വരയ്ക്കാം. ഫ്രീ ഹാൻഡ് മെത്തേഡ് എന്താണെന്ന് കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഫ്രീ ഹാൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ പ്രാക്ടീസിൽ കൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, നമുക്ക് കിട്ടുന്ന ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ് സംഭവം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഫ്രീ ഹാൻഡ് മെത്തേഡിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അതിന് ടിപ്സും ട്രിക്സും ടെക്നിക്സും ഒന്നുമില്ല, അത് പ്രാക്ടീസിൽ കൂടെ തന്നെ നമുക്ക് എത്തും. അപ്പോൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ വരയ്ക്കണമെന്ന് ഞാൻ വേറൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇവിടെ ഞാൻ ഷെയ്ഡൊക്കെ ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്യാനായിട്ടൊരു വലിയ ബ്ലെൻഡിങ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലത്തെ 80 രൂപയുടെ പാക്കറ്റിൽ 5 ഡിഫറെൻറ്റ് സൈസസിൽ ബ്ലെൻഡിങ് സ്റ്റിക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഞാൻ ആർട്ട് മെറ്റീരിയൽസിലൊക്കെ വാങ്ങുന്നത് കാക്കനാടുള്ള ക്രാഫ്റ്റ് സ്റ്റേഷൻ എന്ന ഷോപ്പിൽ നിന്നാണ്. ആമസോണിൽ നിന്നൊക്കെ വാങ്ങൽ കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ലിങ്കൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തരാനായിട്ട് പറ്റാത്തത്. കാരണം ഇതൊക്കെ ആമസോണിലുണ്ടോയെന്ന് എനിക്കറിയില്ല. കാക്കനാട് ക്രാഫ്റ്റ് സ്റ്റേഷൻ എന്നുള്ള ഷോപ്പിലുണ്ട്. പിന്നെ പെൻസിൽ ഉപയോഗിച്ച് ഞാൻ വീണ്ടും ഡാർക്കൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഈ വീഡിയോയുടെ തുടക്കം മുതലേ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ഒരു പേപ്പർ എൻ്റെ കൈയുടെ താഴെ വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കൈ നമ്മൾ ഷെയ്ഡ് ചെയ്തതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് ചെളിയൊന്നും ആവാതിരിക്കാനായിട്ടാണ്. മാക്സിമം നീറ്റായിട്ട് നമ്മുടെ ഡ്രോയിങ് സൂക്ഷിക്കുക. നമ്മൾ വരയ്ക്കണതിൻ്റെ ആ ഒരു പെർഫെക്ഷനോടൊപ്പം തന്നെ നമ്മൾ ആ പേപ്പർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എത്രത്തോളം നീറ്റ്നെസ് ഉണ്ട് എന്നതിനെ കൂടി നമ്മുടെ പടത്തിൻ്റെ ഭംഗി ബാധിക്കും. ഇപ്പോൾ ഞാനൊരു കോണ്ടൂർ ഹാച്ചിങ്ങിൻ്റെ ഒരു മെത്തേഡിലേക്ക് മാറിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഒരു കർവ് പോലെ വളച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് ഫേസിൻ്റെ ആ ഷാഡോ വീഴുന്ന പോർഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഷെയ്ഡിങ് ഫേസിന് കുറച്ചും കൂടി ഒരു ഷേപ്പ് കൊടുക്കും. ഇങ്ങനെ എന്താ പറയുക, ആ ഫേസ് ഉള്ളിലേക്ക് കർവ് ചെയ്തിരിക്കുന്ന പോലെയല്ലേ. അപ്പോൾ ആ കർവ്ഡായിട്ട് തന്നെ നമ്മൾ ഷാഡോ, അതായത് ഹാച്ചിങ് ചെയ്യുമ്പോൾ പെൻസിൽ ലൈൻസ് ഇടുമ്പോൾ ആ ഒരു ഷേപ്പ് കൃത്യമായിട്ട് നമുക്ക് ഫേസിന് കിട്ടും. ഈ ഷെയ്ഡിങ് എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് ഷാഡോൻ്റെ ഒരു കളിയാണ്. ലൈറ്റ് ആൻഡ് ഷാഡോ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള പെൻസിലും ബ്ലെൻഡിങ് സ്റ്റിക്കും മോണോ ഇറേസറും മുതലായ ടൂളൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ലൈറ്റ് ആൻഡ് ഷാഡോ നമ്മുടെ പേപ്പറിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ഒരു പടം വരയ്ക്കുക, ഒരു പടം ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ടോൺ കിട്ടണം. ഡാർക്ക് ടോൺ ആണെങ്കിൽ എത്രത്തോളം ഡാർക്ക് വരുന്നു, ലൈറ്റ് ടോൺ ആണെങ്കിൽ എത്രത്തോളം അത് ലൈറ്റായി, മിഡിൽ ടോൺ ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തോരുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന പടം കുറച്ചുകൂടി നീറ്റായിട്ട് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് മാറും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഞാനിപ്പോൾ കൊടുത്ത ആ കോണ്ടൂർ ഹാച്ചിങ് എന്നുള്ള ആ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടില്ല. ഞാനത് ലൈൻസ് പോലെ തന്നെ ഇട്ടിട്ടുണ്ട്. പലരും വരയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഫുള്ളും ബ്ലെൻഡ് ചെയ്ത് അങ്ങോട്ട് കളയും. ഫുള്ള് ബ്ലെൻഡിങ്ങിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ സ്കിൻ ടെക്സ്ചറും, ചിലപ്പോൾ റഫായിട്ടുള്ള സ്കിന്നുള്ള പോർഷൻസ്, അല്ലെങ്കിൽ ചിലപ്പോൾ റഫായിട്ട് ഷാഡോ വീഴുമ്പോഴൊക്കെ ആ ഒരു ടെക്സ്ചർ കാണുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് പെൻസിൽ ലൈൻസൊക്കെ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഡ്രോയിങ്ങിന് കുറച്ചുകൂടി സ്റ്റൈൽ വരും. ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് പോലെ ഇരിക്കില്ലേ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. പടം വരയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യം പലപ്പോഴും വരാറില്ല. ഇപ്പോൾ ചില ആർട്ടിസ്റ്റുകളൊക്കെ ബ്ലെൻഡിങ് ടൂൾസൊന്നും യൂസ് ചെയ്യാതെ പെൻസിൽ മാത്രം ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നവരുണ്ട്. അത് വേറൊരു മെത്തേഡാണ്. ആ ഒരു മെത്തേഡ് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമുക്ക് ബ്ലെൻഡിങ് സ്റ്റിക്കിൻ്റെയോ കോട്ടൺ ബഡിൻ്റെ ഒന്നും ആവശ്യമില്ല. പെൻസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളൊരു ബിഗിനർ എന്നുള്ള നിലയിൽ നമ്മൾ പഠിച്ചു വരികയാണെങ്കിൽ എല്ലാ ടൂൾസും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ വീഡിയോയിൽ എല്ലാ ടൂൾസും നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മൂക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ മൂക്കിൻ്റെ രണ്ട് സൈഡും കുഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് കുറച്ച് കൂടുതൽ ഷാഡോ വീഴും. അപ്പോൾ ആ ഷാഡോ ഒക്കെ ചെയ്തെടുക്കുക. മൂക്കിൻ്റെ തുമ്പത്തായിട്ട് അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലത്തിൻ്റെ ആ പോർഷനിലൊക്കെ ആയിട്ട് വെളിച്ചം വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ഹൈലൈറ്റ് വീഴും. അതായത് പേപ്പർ വൈറ്റ് വിടണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഇറേസർ വെച്ചിട്ട് മായ്ച്ചെടുക്കാം. മൂക്ക് വരയ്ക്കുമ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ രണ്ട് സൈഡിൽ നിന്നും ഷാഡോ കൊടുത്ത് നടുക്കിലേക്ക് അത് ചെറുതാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ നടുക്കിലായിട്ട് നമുക്കൊരു ഹൈലൈറ്റ് എന്നുള്ള പോർഷൻ കിട്ടും. അപ്പോൾ ഹൈലൈറ്റ് വരുമ്പോഴാണ് ഒരു പടം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുക. പടത്തിന് പൊന്തി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും ഹൈലൈറ്റ് വരുമ്പോൾ. ഹൈലൈറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈലൈറ്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരിക്കലും മിസ്സാക്കരുത്. ഇനി നമുക്ക് ലിപ്പ് വരയ്ക്കാം. ലിപ്പിന് നമ്മൾ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നില്ല. ലിപ്പിന് നടുക്കിലുള്ള പോർഷൻ ഇല്ല, അതാണ് ആദ്യം വരയ്ക്കുന്നത്. കാരണം അവിടെയാണ് കൂടുതൽ ഡാർക്ക് ഉള്ള ഷെയ്ഡ് വരുന്നത്. പിന്നെ ഞാൻ മൂക്കിൻ്റെ ആ ഹോളൊക്കെ ഒന്ന് ഡാർക്ക് ആക്കുന്നുണ്ട്. ഒരു 8B അല്ലെങ്കിൽ 10B പെൻസിൽ വെച്ചിട്ട് ലിപ്പ് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക ചെയ്യുക. അപ്പർ ലിപ്പ്, മുകളിലത്തെ ലിപ്പിൻ്റെ മുകളിലുള്ള ഔട്ട്ലൈൻ നമ്മൾ ഡാർക്കായിട്ടൊന്നും വരയ്ക്കില്ല. അപ്പോൾ അതിന് പകരം ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. അപ്പോഴാണ് ലിപ്പ് കുറച്ചുകൂടി നാച്ചുറലായിട്ട് കിട്ടുള്ളൂ. രണ്ട് സൈഡിലും ഡാർക്കായിരിക്കും ലിപ്പ്, നടുക്കിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നാണ് ഞാൻ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നടുക്കിലേക്ക് കുറച്ചുകൂടി ലൈറ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്ലെൻഡിങ് സ്റ്റിക്ക് വെച്ചിട്ട് ഞാനത് ആ ഷെയ്ഡൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പലപ്പോഴും നമ്മുടെ അപ്പർ ലിപ്പ് കുറച്ചുകൂടി ഡാർക്കായിരിക്കും താഴത്തെ ലിപ്പിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ലിപ്പ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. ലിപ്പ് വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മുകളിലുള്ള പോർഷൻ, അതായത് ലിപ്പിൻ്റെയും മൂക്കിൻ്റെയും ഇടയിലുള്ള പോർഷനൊക്കെ ഞാൻ ബ്ലെൻഡിങ് സ്റ്റിക്ക് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നടുക്കുള്ള പോർഷൻ ഒന്ന് ഡാർക്കാക്കി കൊടുക്കാം. ആ ലിപ്പിൻ്റെ സെപ്പറേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും ആ ഷാഡോ വരുമ്പോൾ. നമ്മുടെ ഇപ്പോൾ പേപ്പറിൻ്റെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നാണ് വെളിച്ചം വീഴുന്നത്. അതുകൊണ്ടാണ് ആ ലിപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഷാഡോ കുറച്ചും കൂടി കൂടുതലായിട്ട് കൊടുത്തത്. ഇതേപോലെ തന്നെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോവർ ലിപ്സും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടും. ലിപ്പിന് സ്വാഭാവികമായിട്ടും ലിപ്പിന് ലൈൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ അതുപോലെ തന്നെ ലൈൻസ് ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് എന്താണോ അതിനനുസരിച്ചിട്ട് കർവായിട്ടുള്ള ലൈൻസ് നമ്മളിടും. പിന്നെ ലിപ്പിൻ്റെ താഴെ ലോവർ ലിപ്പിൻ്റെ ഷാഡോ നമ്മുടെ താടിയുടെ മുകളിലായിട്ട് വീഴുന്നില്ലേ, ആ ഷാഡോ കൂടി ഇട്ട് കഴിഞ്ഞാൽ ലിപ്പ് ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലിപ്പ് വരച്ചെടുക്കുക. ഇതിൻ്റെ ഫിനിഷിങ്ങിലാണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞ ലിപ്പിൻ്റെ ലൈൻസും ടെക്സ്ചറൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരു മോണോ ഇറേസർ ഉണ്ടെങ്കിൽ ഹൈലൈറ്റ്, ലിപ്പിൻ്റെ മുകളിൽ ഹൈലൈറ്റ് വീഴും. ആ ഹൈലൈറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നാച്ചുറലായിട്ട് നമ്മുടെ ആ ലിപ്പ് മാറും. ഞാനിപ്പോൾ മൂക്കിൻ്റെ ആ ഷാഡോ കുറച്ചും കൂടി ഡാർക്കാക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഷാഡോസ് ഇങ്ങനെ ഡാർക്കാക്കി കൊണ്ടുവരിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോണോ ഇറേസർ വെച്ചിട്ട് ലിപ്പിന് ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട്. മോണോ ഇറേസർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വൈറ്റ് പോർഷൻ വിടണം, പേപ്പർ വൈറ്റ് വിടണം. സാധാ ഇറേസർ വെച്ചിട്ട് ഇത്രയും ചെറിയ പോർഷൻ മാറ്റാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലേഡ് വെച്ചിട്ട് സാധാ ഇറേസർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ മോണോ ഇറേസർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും, കുറച്ചും കൂടി ഇറേസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും, പെട്ടെന്ന് തേഞ്ഞു പോവില്ല. അപ്പോൾ ഇത്രയും വരച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ടൈം ലാപ്സായിട്ട് ബാക്കിയുള്ള കണ്ണും ബാക്കി ഫേസിൻ്റെ അപ്പുറത്തെ ഭാഗവും ഷെയ്ഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇനി നിങ്ങൾ കണ്ണും ലിപ്പൊക്കെ വരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഒന്ന് വരച്ച് നോക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ വരയ്ക്കുന്ന പടം ഇനിയും ബെറ്ററായിട്ട്